ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്ക്. എന്തൊക്കെ എല്ലാവരും വിശേഷം? ചെറിയ പെരുന്നാളൊക്കെ അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെ ഈദ് വ്ളോഗാണ് കേട്ടോ ഇന്നത്തെ നമ്മളെ വിശേഷങ്ങൾ. അപ്പം ഈദ് ഡേ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ. തലേന്ന് എടുത്തില്ല അതിന് വീഡിയോ ഒന്നും. പെട്ടെന്നാണല്ലോ പെരുന്നാൾ മാസം കണ്ടത്, പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവർ പള്ളിയിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ തലേന്ന് വീഡിയോ എടുക്കാത്തതെന്ന് വെച്ചാൽ പെട്ടെന്ന് മാസം കാണലും പിന്നെ നോമ്പ് എന്താ പറയുക 29 ആയിഞ്ഞല്ലോ. അപ്പം അതിൻ്റെ ഓരോ തിരക്ക് പിന്നെ എന്താ പറയുക പിന്നെ ഒരു ജഗ പോകായിക്കല്ലോ. പ്രതീക്ഷിക്കാതെ മാസം കണ്ടെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ ഓരോ സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു. പിറ്റേന്നത്തേക്ക് നമുക്ക് ഫുഡ് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ ടൗണിൽ പോകേണ്ട ആവശ്യവും അങ്ങനെ ഒരുപാട് ആവശ്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു പള്ളിയിൽ പോയി നിന്ന് നമ്മൾ ഫ്രൂട്ട് കസ്റ്റാർഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ എല്ലാ പെരുന്നാളും പായസം ഉണ്ടാക്കലുണ്ട്. അപ്പോൾ ഇന്ന് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ച്. കാരണം ഇപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ ആർക്കും പായസം ഒന്നും വേണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ കസ്റ്റാർഡൊക്കെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിലേക്ക് ഐസ്ക്രീമും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അവർ പള്ളിയിട്ട് വരുമ്പോഴേക്ക് ഇത് റെഡി ആവണമല്ലോ. അങ്ങനെ വേഗം ഫസ്റ്റ് അത് തന്നെ ചെയ്തു കേട്ടോ. അത് ചെയ്ത് വെച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ മെയിനായിട്ടുള്ള ഫുഡിലേക്ക് കടന്നത്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഉമ്മയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് പിന്നെ നമ്മൾ കിച്ചണിൽ കയറിയത്. അപ്പം ഞാൻ മന്തി റൈസ് അടുപ്പത്ത് വെച്ചിട്ട് അതിന് കുളിക്കാൻ പോയിട്ടുണ്ടായിന്. അത് പിന്നെ ഉമ്മ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെയുള്ള ചിക്കൻ ഒന്ന് നമ്മൾ മസാല തേച്ച് ഒന്ന് റെഡിയാക്കാനാണ് ഉള്ളതിന്. പിന്നെ ബീഫ് വരട്ടിയതും ഉണ്ട് കേട്ടോ. ഉമ്മാക്ക് ബീഫാണ് വേണ്ടി, വാപ്പക്കും. അപ്പോൾ ചിക്കൻ്റെ ഒരു ഐറ്റംസ് പോലും കഴിക്കൂല. അങ്ങനെ വാപ്പയും അനിയനും മക്കളൊക്കെ പള്ളി വിട്ട് വന്ന് അവർക്കൊക്കെ ഞാൻ കൊടുത്ത് അതിന് ശേഷം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാണ് കേട്ടോ. തണുപ്പായി കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അതുകൊണ്ട് ഞാനൊരു 1 hour ഫ്രിഡ്ജിൽ വെച്ച് അതിന് ശേഷമാണ് സെർവ് ചെയ്തത് കേട്ടോ. അങ്ങനെ ഐസ്ക്രീമും കൂടി ഇട്ടപ്പോൾ വേറൊരു ടേസ്റ്റ് അതിന്. പിന്നെ നമ്മൾ മെയിനായിട്ട് ഇന്ന് മന്തിയാണ് വെക്കുന്നത്. വേഗം തന്നെ പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടിയിട്ട് മന്തി തന്നെ വിചാരിച്ച് ചിക്കൻ മന്തിയാണ് കേട്ടോ. പിന്നെ ബിരിയാണി വെക്കാൻ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ കൂടുതൽ പണിയാണ് ആയതുകൊണ്ട് തന്നെ അതവിടെ നിർത്തിച്ച്. പിന്നെ എല്ലാവർക്കും മക്കൾക്കൊക്കെ ഇഷ്ടം മന്തി തന്നെയാണ്. എനിക്കും കൂടുതൽ മന്തിനോടാട്ടോ താല്പര്യം. പിന്നെ ഇതാ മക്കൾക്കൊക്കെ വേഗം ഫുഡ് എടുക്കാനായി. ഓല ഡ്രസ്സൊന്നും മാറ്റിച്ചില്ല കേട്ടോ ദുവനി ഷൂട്ടിനെയൊന്നും. ഇന്ന് നമുക്ക് സ്ക്രീനിലൊരു പുതിയ ആൾ കൂടി ഉണ്ട് കേട്ടോ. ആരാന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞങ്ങളിതാ പോവാണ്. ഫുഡൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം 2:30 അന്ന് ജുമ ഉണ്ടായിരുന്നല്ലോ. ജുമ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ പോകുന്ന ഇടയ്ക്കാന്ന് വെച്ചാൽ നമ്മളെ ഭാവി നാത്തൂൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ആമി തലേന്നേ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങോട്ട് വരി നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം എല്ലാവരും ഒന്നിച്ച് എന്നൊക്കെ. അപ്പോൾ ഞാൻ അത്ര വലിയ കാര്യമാക്കില്ലേ. പിന്നെ അനിയനോടൊക്കെ ചോദിച്ച് എല്ലാവരും സമ്മതപ്രകാരമാണ് പിന്നെ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചൊരു ഫോട്ടോ കിട്ടുക എന്നുള്ള രീതിയിലാണ് എല്ലാവരും ഒരുമിച്ച് പോകുന്നത്. അങ്ങനെ വന്നെത്തിയപ്പോഴേക്കന്നെ നല്ല ചൂടും വെയിലൊക്കെ കഴിഞ്ഞിട്ടോ. അതുകൊണ്ട് തന്നെ എന്താ പറയുക കുറച്ച് നേരം ഞങ്ങൾ അവിടെ കഥയൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ആമി ഗ്രീൻ ഇട്ടത്. ജാബിനെ പിന്നെ ഓൾറെഡി അറിയാവുന്നവരായിരിക്കും. അപ്പോൾ ഇത് ജാബി മൂത്ത ബ്രദറിൻ്റെ വൈഫ്, ആമി ഇപ്പം അനിയൻ്റെ വൈഫ് ആവാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ചില ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും, വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാർക്ക്. അങ്ങനെ ഇതാ നമ്മളെ 4 കിടങ്ങളും അതിൽ കൂടെ അലഞ്ഞ് നടക്കുകയാണ് കേട്ടോ. കാരണം എന്താണെന്നറിയോ, വെയിലിൻ്റെ ചൂട് കണ്ടിട്ട് ഓൾക്ക് ഈ ഫോട്ടോ എടുക്കണമെന്നും ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് നല്ല ഇടുങ്ങറാക്കലുണ്ട്. ദുവയും ഇഷയും എല്ലാവരും ഉണ്ട്. പിന്നെ അത്യാവശ്യം നല്ല വിശപ്പ് ഓൾക്ക് വിരലൊടിക്കുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാനുള്ളൊരു തത്തപ്പാടിലാണ്. പിന്നെന്താ അങ്ങനെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കണേ കുറച്ച് പണിയുണ്ട്. അങ്ങനെ നിന്ന് തരൂല ഓൾക്ക്, അങ്ങനെ ഒരു മൂഡാണ്. അങ്ങനെ കുറച്ച് ഫോട്ടോ വീഡിയോസൊക്കെ ഞങ്ങൾ എടുത്തിട്ടു. അപ്പോൾ ഞങ്ങളിനി റീലെടുക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടിലാണ്. റീലെടുക്കാൻ വേണ്ടിയിട്ട് അനിയനാട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വീഡിയോ എങ്ങനെ നിൽക്കണം, എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. ഞങ്ങൾ അവിടുന്ന് വട്ടം തിരിഞ്ഞ് കളിക്കുകയാണ്. എനിക്കിത് കാണുമ്പോൾ തന്നെ ചിരി വരുന്നുണ്ട് കേട്ടോ. കാരണം ഞങ്ങളെ കളി കണ്ടിട്ടേ എങ്ങനെയാണ് ആർട്ടിഫിഷ്യലായിട്ട് ചിരിക്കാൻ നോക്കുന്നുണ്ട്. ഒക്കെ ഫുൾ ആർട്ടിഫിഷ്യൽ തന്നെയാണ്. ഒന്നും സ്വന്തമായിട്ട് ഞങ്ങളെ കയ്യിൽ നിന്ന് വരുന്നില്ല. അങ്ങനെ അരിയെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കി തരണേ. അങ്ങനെയൊക്കെ ചിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ. അപ്പം നമ്മളെ ഇത് ഔട്ട്ഫിറ്റൊക്കെ കണ്ടില്ല എല്ലാവരും. പിന്നെ എനിക്ക് ഈ പ്രാവശ്യം എന്ന് വെച്ചാൽ ഞാൻ സെയിൽ ചെയ്യാനെടുത്ത കുറച്ച് ഡ്രസ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ളൊരു പീസ് തന്നെ കേട്ടോ ഞാൻ എടുത്തത്. ബാക്കിയൊക്കെ പിന്നെ ഓരോരുത്തരെടുത്ത് തീർന്നിട്ടുണ്ടായിരുന്നു. അതിൽ 2 പീസ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന് യെല്ലോ ഒന്ന് ബ്ലൂ ആണ്.
അപ്പോൾ ഞാൻ ഈദിൻ്റെ അന്ന് യെല്ലോ ഇട്ട് പിന്നെ ബ്ലൂ ഞാൻ പിറ്റേന്ന് നമ്മൾ രണ്ടാം പെരുന്നാളിന് വേണ്ടി പുറത്തൊക്കെ പോയിട്ടുണ്ടായിന്. അതിൻ്റെ വ്ളോഗൊക്കെ വരട്ടെ ഇൻഷാ അല്ലാ. അപ്പോൾ അന്ന് പോകുമ്പോൾ പുറത്ത് പോകുമ്പോൾ ഇട്ടിട്ടുണ്ടായിനെ. പിന്നെ ഈദ് വ്ളോഗ് ഞാൻ എടുക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷേ എനിക്ക് പറ്റിയില്ല കേട്ടോ. കൂടുതൽ ഒരു ലോങ് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോഴേക്ക് പിന്നെ അപ്പോൾ അതുകൊണ്ടും പിന്നെ മക്കളും അങ്ങനെ ഓരോ ബുദ്ധിമുട്ടായതുകൊണ്ട് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഈ പ്രാവശ്യം ഞാൻ അങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നൊരു വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. കഴിഞ്ഞ പെരുന്നാളിൻ്റെ ഒക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം അതിന് സമയവും കിട്ടിയില്ല. ഒന്നാമത്തെ പ്രശ്നം അതാണ്. പിന്നെ പെട്ടെന്നാണല്ലോ നമുക്ക് മാസപ്പിറവി കണ്ടത് അങ്ങനെ. അപ്പോൾ ഞങ്ങൾ റീൽ വീഡിയോ ആണ് കേട്ടോ ഇത്. ഇതിൻ്റെ പാട്ട് ഞാൻ ആഡ് ചെയ്യുമ്പോഴേക്ക് കോപ്പിറൈറ്റ് വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കി, ഞാൻ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ നമ്മൾ ഇത് വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം.